ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷനെ കുറിച്ചാണ്. ഇഡിയംസ് ഒരു പ്രത്യേക ഭാഷാശൈലിയാണ്. ഇഡിയം ഒരു ഫ്രേസോ സെൻറ്റൻസോ ആകാം, പക്ഷേ അതിലെ ഓരോ വാക്കുകളെ അർത്ഥമല്ല അത് ഉപയോഗിക്കുമ്പോൾ വരുന്നത്, മറിച്ച് ഒരു പ്രത്യേക അർത്ഥമാണ് ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റിങ്സിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. രണ്ട് വലിയ പ്രശ്നങ്ങൾക്കിടയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇതിലെ വാക്കുകൾക്ക് അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കാണാം. എന്നാൽ ഉപയോഗത്തിൽ ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വി ആർ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ഡീപ് സീ. ഇഫ് വി പേ അവർ റെൻറ്റ് we won't have any money for food. മറ്റൊരു ഉദാഹരണം നോക്കാം. കില്ലിംഗ് 2 birds with 1 stone. ഒരേ സമയം 2 കാര്യങ്ങൾ സാധിക്കുക എന്നാണ് അർത്ഥം. ഉദാഹരണം നോക്കാം. She decided to listen to an educational podcast while commuting. Killing 2 birds with 1 stone by learning something new while saving time. മറ്റൊരു ഉദാഹരണം നോക്കാം. അറ്റ് ദ 11th hour. അതിൻ്റെ അർത്ഥം അവസാന നിമിഷം എന്നാണ്. ഉദാഹരണം: ഹി കംപ്ലീറ്റഡ് ഹിസ് പ്രോജക്റ്റ് അറ്റ് ദ 11th hour, ജസ്റ്റ് ബിഫോർ ഡെഡ്ലൈൻ. അടുത്തത് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത്. ധനിക കുടുംബത്തിൽ ജനിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. മോസ്റ്റ് ഓഫ് us were not born with a silver spoon in our mouth. ഇങ്ങനെ നിരവധി ഇഡിയംസ് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. ടു ഹാവ് സെക്കൻഡ് തോട്ട്, ടു സ്മെൽ എ റാറ്റ് എന്നിങ്ങനെ അനേകം ഇഡിയംസ് ആണുള്ളത്. ഉചിതമായ സ്ഥലത്ത് ഇഡിയംസിൻ്റെ ഉപയോഗം നമ്മുടെ എഴുത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമറും ജനറൽ ഇംഗ്ലീഷും വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.